അപ്പോൾ തുടങ്ങാം. ചന്തു താഴേക്ക് ഇറങ്ങി വന്നതും ഒരു റിപ്പോർട്ടർ ചോദിച്ചു. ശരി. അവൾ സോഫയിലേക്ക് ഇരുന്നു കൊണ്ട് പറഞ്ഞു. അല്ല, ചന്തുവിന്റെ അച്ഛൻ വന്നില്ലല്ലോ? പെട്ടെന്ന് മറ്റൊരു റിപ്പോർട്ടർ ചുറ്റിനും നോക്കിക്കൊണ്ട് പറഞ്ഞു. അവൻ അത്യാവശ്യമായി ഒന്ന് പുറത്തേക്ക് പോകേണ്ടി വന്നു. വരാൻ കുറച്ച് വൈകും. നിങ്ങൾ തൽക്കാലം ഇന്റർവ്യൂ തുടങ്ങിക്കോളൂ, നളിനി പറഞ്ഞു. അത് വേണോ അമ്മേ? സോമൻ കൂടി വന്നിട്ട് തുടങ്ങിയാൽ പോരെ? ഗിരിജ നളിനിയോടായി ചോദിച്ചു. ഇവർക്കിത് മാത്രമല്ല, മറ്റു കാര്യങ്ങളും ചെയ്തു തീർക്കാനുണ്ട്. അവൻ വരുന്നതുവരെ കാത്തിരിക്കാൻ വയ്യ. നിങ്ങൾ തുടങ്ങിക്കോളൂ, നളിനി പറഞ്ഞതും മീഡിയാസ് തങ്ങളുടെ ക്യാമറ ഓണാക്കി ചന്തുവിനെ നേരെ ഫോക്കസ് ചെയ്തു. അത് കണ്ട് പുകയുന്ന മനസ്സോടെ നിൽക്കുകയായിരുന്നു ഓമനയും വേണിയും വീണയും ഗിരിജയും സരോജിനിയും ഒക്കെ. ചന്തുവിനെ ഇന്റർവ്യൂ എടുക്കാൻ ചാനലിൽ നിന്നും ആളുകൾ വന്നു എന്നറിഞ്ഞ നിമിഷം അവർക്ക് എല്ലാവർക്കും ഒരേപോലെ അവളോട് അസൂയ തോന്നിയിരുന്നു. എന്നാൽ എന്തിന്റെ പേരിലാണെങ്കിലും തങ്ങളെ കൂടി ടി വിയിൽ ഒന്ന് കാണാമല്ലോ എന്നോർത്ത് അവരെല്ലാവരും അണിഞ്ഞൊരുങ്ങി വന്നിരുന്നു. പക്ഷേ അവരെയൊക്കെ എല്ലാവരെയും ഉൾപ്പെടുത്താൻ സാധിക്കാത്തതുകൊണ്ട് ചന്തുവും അവളുടെ അച്ഛനും അമ്മയും മാത്രം മതി എന്ന അവരുടെ തീരുമാനം കേട്ട് അവർക്കത് സഹിച്ചില്ല. അതിന്റെ ദേഷ്യം അവരിൽ നിറഞ്ഞു നിന്നു. അതുകൊണ്ട് തന്നെ സോമൻ അവർക്കുള്ള മറുപടി കൊടുക്കും എന്നതായിരുന്നു അവരുടെ പ്രതീക്ഷ. ഇന്റർവ്യൂവിൽ സോമൻ ചന്തുവിനെ താഴ്ത്തിക്കെട്ടുമെന്ന് അവർ കരുതി. ഇന്റർവ്യൂ ആയതുകൊണ്ട് തന്നെ അവൾക്കതിന് എതിരെ ഒന്നും പറയാനും കഴിയില്ല എന്ന പ്രതീക്ഷയായിരുന്നു അവർക്കൊക്കെ. അതാണ് ഇപ്പോൾ നളിനി തകർത്ത് കയ്യിൽ കൊടുത്തിരിക്കുന്നത്. അവർ ഒന്നും മിണ്ടാതെ ദേഷ്യത്തോടെ ഒരരികിലേക്ക് മാറി നിന്നു. അങ്ങനെ ഇന്റർവ്യൂ തുടങ്ങി. ചന്തുവിന്റെ അടുത്ത് നളിനിയും ഭാനുവും മാളുവും ഉണ്ടായിരുന്നു. എൻട്രൻസ് റാങ്ക് നേടിയപ്പോൾ എന്തു തോന്നുന്നു ചന്ദ്രികയ്ക്ക്? ഒരു റിപ്പോർട്ടർ അവളുടെ നേരെ മയക്ക് നീട്ടിക്കൊണ്ട് ചോദിച്ചു. ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല എനിക്ക് ഫസ്റ്റ് റാങ്ക് ഉണ്ടാവുമെന്ന്. പക്ഷെ ഒന്നറിയാമായിരുന്നു, എൻട്രൻസ് ഞാൻ നല്ല മാർക്കോടെ തന്നെ പാസ്സാവുമെന്ന്. അവൾ ഒരു പുഞ്ചിരിയോടെ മറുപടി പറഞ്ഞു. ചന്ദ്രികയുടെ ചെറുപ്പം മുതലുള്ള ആഗ്രഹമായിരുന്നു ഒരു ഡോക്ടർ ആവണമെന്നത്. ഒരിക്കലുമല്ല, ഞാൻ ഒരിക്കലും ഒരു ഡോക്ടർ ആവണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. ചിലരുടെ ജീവിതത്തിൽ വിധി ചിലത് നിശ്ചയിച്ച് തീരുമാനിച്ചിട്ടുണ്ടാവില്ലേ? ആ വിധിയിൽ ഇവിടെ എത്തപ്പെട്ട ഒരാളായിരുന്നു ഞാൻ. എനിക്കൊരു മലയാള അധ്യാപിക ആവണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷെ എന്റെ ജീവിതം എന്നെ കൊണ്ടെത്തിച്ചത് ഇവിടെയാണ്. അത് തിരിച്ചറിഞ്ഞ നിമിഷം മുതൽ ഞാൻ മനസ്സുകൊണ്ട് ഒരു തീരുമാനമെടുത്തിരുന്നു. ഈ സമൂഹത്തിന് വേണ്ടി ഞാൻ എന്നും നല്ലൊരു ഡോക്ടർ ആവാൻ ശ്രമിക്കും. അതിനുവേണ്ടി ഞാൻ നല്ല രീതിയിൽ തന്നെ പരിശ്രമിക്കുകയും ചെയ്യും, അവൾ ഉറപ്പോടെ പറഞ്ഞു നിർത്തി. ചന്ദ്രികയുടെ ഈ വിജയത്തിന് പിന്നിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയ വ്യക്തി ആരാണ്? അങ്ങനെ ഒരു വ്യക്തിയെ മാത്രമായി പറയാൻ ഒരിക്കലും സാധിക്കില്ല. കാരണം ഇന്നേ വരെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരാൾ മാത്രമായി അയാളുടെ വിജയത്തിന് സ്വാധീനം ചെലുത്തിയിട്ടുണ്ടാവില്ല. തീർച്ചയായും അറിഞ്ഞോ അറിയാതെയോ ഒന്നിൽ കൂടുതൽ ആളുകളുണ്ടാവും. അങ്ങനെ പറയുകയാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് എന്റെ ഗുരുവിനെ പറ്റിയാണ്. എന്റെ സീതമ്മ. എന്നെ എൻട്രൻസിന് വേണ്ടി തയ്യാറാക്കിയത് സീതമ്മയാണ്. തന്റെ വിദ്യാർത്ഥിനികൾക്ക് വേണ്ടി, അവരുടെ ഭാവിക്ക് വേണ്ടി എത്ര കാലം കൂടെ നിൽക്കാനും തയ്യാറാവുന്ന ഒരു ഗുരു. അങ്ങനെ ഒരു ഗുരുവിനെ ലഭിച്ചതാണ് എന്റെ ഭാഗ്യം. പിന്നെ എന്റെ അച്ഛമ്മ, അഡ്വക്കേറ്റ് നളിനി നാരായൺ. ഷീ ഈസ് മൈ ബാക്ക് ബോൺ, എന്റെ നട്ടല്. എന്റെ വിജയത്തിനു വേണ്ടി എന്റെ മുന്നിൽ നിന്നും എനിക്ക് വേണ്ട വഴി ഒരുക്കിയത് എന്റെ അച്ഛമ്മയാണ്. ഞാൻ തോറ്റുപോകൂ എന്ന് കരുതിയപ്പോൾ എനിക്ക് ഊർജ്ജമായി എന്നോടൊപ്പം നിന്നു. ഷീ ഈസ് ദ ബെസ്റ്റ് വുമൺ ഐ ഹാവ് സീൻ ഇൻ മൈ ലൈഫ്. അത് കേട്ടതും നളിനിയുടെ കണ്ണുകൾ നിറഞ്ഞു. അത് കൃത്യമായി ക്യാമറ ഒപ്പിയെടുത്തു. ഈ അവസരത്തിൽ ചന്ദ്രയ്ക്ക് ആരോടെങ്കിലും നന്ദി പറയാനുണ്ടോ? ഉണ്ട്. മാളു ചേച്ചി എന്റെ കൂടപ്പിറപ്പാണ്. എനിക്ക് ചേച്ചിയോട് എന്നും നന്ദിയുണ്ട്. പിന്നെ ഉണ്ണിയേട്ടനോടും. അത് കേട്ട് എല്ലാവരും ഞെട്ടി. ആരാണ് ഉണ്ണി? എന്റെ കസിനാണ്. പിന്നെ എന്റെ മറ്റൊരു ഗുരുവും. ചെറുപ്പം മുതലേ മലയാളം മീഡിയത്തിൽ പഠിച്ച ഞാൻ ഇംഗ്ലീഷ് വളരെ വീക്കായിരുന്നു. എന്നെ ഇംഗ്ലീഷ് നന്നായിട്ട് ഫ്ലുവന്റ് ആക്കാൻ സഹായിച്ചത് ഉണ്ണിയേട്ടനാണ്. ഇവിടത്തെ ക്ലബ് അംഗങ്ങൾ സംഘടിപ്പിച്ച ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ക്ലാസ് ഉണ്ടായിരുന്നു. അവിടെ എന്റെ ഗുരുവായിരുന്നു ഉണ്ണിയേട്ടൻ. എന്നെ നന്നായി ഇംഗ്ലീഷ് പഠിക്കാൻ സഹായിച്ചതിനും എനിക്ക് നേർവഴി കാട്ടിത്തന്നതിനും ഉണ്ണിയേട്ടനോട് എനിക്ക് ഒത്തിരി നന്ദിയുണ്ട്. അതുപോലെ ക്ലബിലെ ഓരോ അംഗങ്ങളോടും അങ്ങനെ ഒരു ക്ലാസ് സംഘടിപ്പിച്ചതിന് എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ വാർത്ത ലൈവായി വായനശാലയിൽ ഇരുന്ന് കാണുകയായിരുന്നു ഉണ്ണി. അവളുടെ ഓരോ വാക്കുകളും അവനെ ഞെട്ടിച്ചു. ഒരിക്കലും തന്റെ പേര് അവൾ പറയുമെന്ന് അവൻ കരുതിയിരുന്നില്ല. അല്ലെങ്കിലും ചന്തു നന്ദിയുള്ള കുട്ടിയാണ്, ആ സോമനെ പോലെയല്ല. അവിടെ ഇരുന്ന ആരോ ഒരാൾ പറഞ്ഞു. എങ്ങനെ അല്ലാതെയാവും? ആ കുട്ടിയെ വളർത്തിയത് തറവാട്ടമ്മയല്ലേ. അവരുടെ സംസ്കാരം എന്തായാലും ആ കുട്ടിക്കും കിട്ടാതെ ഇരിക്കില്ല. ശരിയാ. അവിടെ ഇരുന്ന ഓരോരുത്തരും ചന്തുവിനെയും തറവാട്ടമ്മയും പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരുന്നു. മനു ഉണ്ണിയെ നോക്കി, തിരിച്ചു ഉണ്ണി മനുവിനെയും. ഇരുവരുടെയും ചുണ്ടിൽ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. അങ്ങനെ ഇന്റർവ്യൂ കഴിഞ്ഞ് എല്ലാവരും പോയി. അല്ല ചന്തു, നീ ഏതുണ്ണിയുടെ കാര്യമാണ് പറഞ്ഞത്? ഇന്റർവ്യൂ കഴിഞ്ഞ് എല്ലാവരും പോയതും ഓമന ചന്തുവിനെ നോക്കി ചോദിച്ചു. ഏതൊക്കെ ഉണ്ണിമാരെ വല്യമ്മയ്ക്ക് അറിയാം? ചന്തു അവരെ നോക്കി തിരിച്ചു ചോദിച്ചു. അല്ല, ആ ഗൗരിയുടെ മകനൊന്നും അല്ലല്ലോ അല്ലേ? ഓമന വീണ്ടും ചോദിച്ചു. ചന്തുവിനെതിരെ ഉപയോഗിക്കാൻ ഓമന അവിടെ ഒരു ആയുധം കണ്ടെത്തുകയായിരുന്നു. അതെ, ആ ഗൗരിയുടെ മകനെപ്പറ്റി തന്നെയാണ് ഞാൻ പറഞ്ഞത്, ചന്തു ഗൗരവത്തോടെ പറഞ്ഞു. എന്റെ ശിവ, നീ കേട്ടില്ലേ സോമ?
ആ പിഴച്ചുണ്ടായവനെ പറ്റിയാണെന്ന് നിന്റെ മോൾ ടി വിക്കാരുടെ മുന്നിൽ പറഞ്ഞത്. ഇനി നാട്ടുകാർ എന്തൊക്കെ പറഞ്ഞുണ്ടാക്കും? ഓമന വലിയ വായിൽ പറഞ്ഞു. ഗിരിജയും സരോജിനിയും മൂക്കത്ത് വിരൽ വെച്ചു. സോമൻ ദേഷ്യത്തോടെ ചന്തുവിനെ നോക്കി. കുടുംബത്തിന്റെ മാനം കളയുണ്ടായവൾ മൂദേവി. അതെങ്ങനെ? തള്ളയെപ്പോലെയല്ലേ മകളും? ഏതോ മുദ്രപത്രം അച്ചമ്മയുടെ കയ്യിലില്ലേ? അയാൾ ചന്തുവിനെ നോക്കി മോശമായി എന്തോ പറയാൻ തുടങ്ങിയതും പെട്ടെന്ന് ചന്തു അയാളെ ബാക്കി പറയാൻ സമ്മതിക്കാതെ നളിനിയുടെ നേരെ നോക്കി ചോദിച്ചു. അതോടെ സോമന്റെ നാവ് ചലിക്കുന്നത് ഒറ്റ നിമിഷത്തിൽ നിന്നു. അത് കണ്ട് നളിനിയും ചന്തുവും അയാളെ നോക്കി പുച്ഛിച്ച് ചിരിച്ചു. ഒപ്പം മാളും ഹരിയും ജിത്തുവും അങ്ങനെ ബാക്കിയുള്ളവരും. അച്ചമ്മേ, അന്ന് നമ്മൾ പറഞ്ഞു വെച്ചത് നോക്കുമ്പോൾ ഇനി എനിക്കെതിരെ ഒരു വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ ഇയാൾ എന്തെങ്കിലും ചെയ്താൽ ആ സ്വത്തുക്കൾ മുഴുവൻ എനിക്കല്ലേ? തീർച്ചയായും അത് നിനക്ക് മാത്രമാവും. ചന്തു നളിനിയെ നോക്കി ചോദിച്ചതും അവർ മറുപടി പറഞ്ഞു. അപ്പൊ ഇനിയൊരു മുന്നറിയിപ്പ് ഉണ്ടാകില്ലല്ലോ? ഉണ്ടാവില്ല. ഇനി അങ്ങനെ എന്തെങ്കിലും ഇവന്റെ ഭാഗത്തുനിന്നും ഉണ്ടായാൽ യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ ഇവന്റെ എല്ലാ സ്വത്തുക്കളും നിന്റെ പേരിലേക്കാവും. എല്ലാം കഴിഞ്ഞ് ഈ വീട്ടിൽ നിന്ന് പടിയിറങ്ങുമ്പോഴേ ഇവൻ പോലും എല്ലാം അറിയൂ. നളിനി മകനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അതോടെ സോമൻ ഒന്നും മിണ്ടാതെ ദേഷ്യം കടിച്ചു പിടിച്ച് അവിടെ തന്നെ നിന്നു. ദേ, ഇത്രയുള്ളൂ നിങ്ങൾ. നിങ്ങളുടെ നാവിന്റെ കടിഞ്ഞാൻ അതിപ്പോൾ എന്റെ കയ്യിലാണ്. അത് മറക്കരുത്. മറന്നാൽ നഷ്ടം നിങ്ങൾക്കും നിങ്ങളുടെ മകനും മാത്രമായിരിക്കും. ഓർത്തു വെച്ചോളൂ. ചന്തു അയാളുടെ മുന്നിൽ ചെന്ന് നിന്ന് പരിഹാസത്തോടെ പറഞ്ഞതും അവളുടെ മട്ടും ഭാവവും ഒക്കെ കണ്ട് എല്ലാവരും അന്തിച്ചു നിന്നു. ആ, ഇനി വല്യമ്മ എന്റെ ഒന്ന് രണ്ട് ചോദ്യത്തിനുള്ള ഉത്തരം തരണം. അതിൽ ആദ്യത്തേത്, ഇവിടെ ഇപ്പോൾ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? ചന്തു ഓമനയെ നോക്കി ഗൗരവത്തോടെ ചോദിച്ചു. അത് നീ ആ ഉണ്ണിയെപ്പറ്റി പറഞ്ഞില്ലേ? അതിനോ? അത് ശരിയാണോ? ഓമൻ അവളെ നോക്കി ചോദിച്ചു. അതെന്താ ശരിയല്ലാത്തത്? ചന്തു തിരിച്ചു ചോദിച്ചു. അവൻ ആ ഗൗരിയുടെ പിഴച്ച സന്തതിയല്ലേ. അപ്പോൾ അവനെപ്പറ്റി പറഞ്ഞാൽ നാട്ടുകാർ എന്തു വിചാരിക്കും? ഭാർഗവൻ പണ്ടേക്ക് പണ്ടേ ഉപേക്ഷിച്ച ബന്ധമാണത്. ഓമൻ അവളെ നോക്കി വീറോടെ പറഞ്ഞു. അത് കേട്ടതും ചന്തു ദേഷ്യത്തോടെ അവരെ നോക്കി. ഓ, അങ്ങനെയാണെങ്കിൽ വല്യമ്മേ, എന്റെ ഒരു ചോദ്യത്തിന് ഒരു ഉത്തരം തരണം. ഗൗരി അമ്മായി പിഴച്ചവളാണെങ്കിൽ മിനി എന്ന് പറഞ്ഞ സ്ത്രീ ആരാ? മിനി എന്ന സ്ത്രീക്ക് എങ്ങനെ ഒരു മകനുണ്ടായി? ഉണ്ണിയേട്ടനേക്കാൾ 2-3 വയസ്സ് മാത്രമേ അയാൾക്ക് കുറവായുള്ളൂ. അതിനർത്ഥം എന്താ? ഗൗരി അമ്മയുടെ ഭർത്താവായി ഇരിക്കെ തന്നെ ഭാർഗവൻ എന്ന മനുഷ്യനുമായി അവർക്ക് അവിഹിത ബന്ധം ഉണ്ടായിരുന്നു എന്ന് തന്നെയല്ലേ? അങ്ങനെ മറ്റൊരുത്തിയുടെ ഭർത്താവിനെ വലപേശി പിടിക്കുന്നവളെ എന്താ നിങ്ങളുടെ ഭാഷയിൽ വിളിക്കുക? പിഴച്ചവളെന്ന് തന്നെയല്ലേ? അല്ലാതെ പതിവ്രത എന്നൊന്നും അല്ലല്ലോ. അപ്പോൾ ആ പിഴച്ച മിനി എന്ന സ്ത്രീയുമായി എന്തിനാ നിങ്ങൾക്ക് സൗഹൃദം? അത് കണ്ട നാട്ടുകാർ എന്തു പറയും? പുച്ഛത്തോടെയുള്ള അവളുടെ ആ ചോദ്യത്തിന് ഓമന മറുപടിയില്ലാതെ നിന്നു. അതിനു പുറമെ അവൾ മിനിയെ പിഴച്ചവളെന്ന് വിളിച്ചതിന്റെ ഞെട്ടലും അവർക്കുണ്ടായിരുന്നു. അവർക്ക് മാത്രമല്ല, സരോജിനിയും ഗിരിജയും അടക്കം ആ ഞെട്ടൽ ബാക്കിയുള്ളവർക്കും ഉണ്ടായിരുന്നു. കണ്ണടച്ചിരുട്ടാക്കാൻ നിക്കല്ലേ വല്യമ്മേ നിങ്ങൾ. ഗൗരിയുടെയും ഭാർഗവന്റെയും മകനാണ് മഹാദേവൻ എന്ന് പകൽ പോലെ സത്യമാണ്. അതിനുള്ള തെളിവാണ് ഭാർഗവന്റെ നെറ്റിയിലുള്ള അതേ പാട് മഹാദേവന്റെ നെറ്റിയിലും ബർത്ത് മാർക്കായി ഉള്ളത്. അതങ്ങനെയല്ല എന്ന് പറയാൻ വല്യമ്മയ്ക്ക് പറ്റുമോ? അവളുടെ ചോദ്യത്തിൽ അവർ മറുപടി പറയാതെ മൗനമായി നിന്നു. പിന്നെ മിനി എന്ന രാക്ഷസിയെ കെട്ടാൻ വേണ്ടി ഗൗരിയമ്മയെ ഒഴിവാക്കാൻ വേണ്ടി ഭാർഗവൻ കളിച്ച നാടകമായിരുന്നു അന്ന് നടന്ന ഭാർഗവന്റെ അമ്മയെ ഗൗരിയമ്മയെ കൊല്ലാൻ ശ്രമിച്ചു എന്ന ആരോപണം. അതിന്റെ ഒരേ ഒരു സാക്ഷിയാണ് ഞാൻ. കുട്ടിയായതുകൊണ്ട് എന്റെ വാക്ക് ആരും വിശ്വസിച്ചില്ല. പക്ഷെ വൈകിയായാലും നിങ്ങളൊക്കെ സത്യം അറിഞ്ഞിട്ട് പോലും കണ്ടില്ല എന്ന് നടിച്ചിരുന്നു. അതിനു പുറമെ സ്വന്തം മകനല്ല എന്ന വാദവും. അത് പ്രചരിപ്പിക്കാൻ എന്നെ ജനിപ്പിച്ച തന്തയും. അതൊന്നുകൂടി ആളിക്കത്തിക്കാൻ നിങ്ങളുടെയൊക്കെ നാവും. അവൾ പുച്ഛത്തോടെ അവരെ നോക്കി പറഞ്ഞു. ഒരു DNA ടെസ്റ്റ് നടത്തിയ തീരാവുന്നതേ ഉള്ളൂ ഭാർഗവന്റെ നിങ്ങളുടെയൊക്കെ ഈ വാദം. സ്വന്തം മകന്റെ പിതൃത്വം തെളിയിക്കാൻ ആ അമ്മ കോടതിയിൽ പോയി ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചാൽ അന്ന് തീരും ഇപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞു നടക്കുന്ന ഓരോ നുണകളും. കൂട്ടത്തിൽ നിങ്ങൾക്ക് ജയിൽവാസവും കിട്ടും. എല്ലാം അറിഞ്ഞിട്ടും ഒന്നും അറിയാത്ത ഭാവത്ത് എന്നോട് സംസാരിക്കാൻ നിൽക്കരുത്. ഇനി മേലിൽ ഗൗരിയമ്മയെ പിഴച്ചവളെന്ന് വിളിക്കാൻ നിങ്ങളുടെ നാവ് മുതിർന്നു പോവരുത്, കേട്ടല്ലോ? ഓമനയ്ക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ചന്തു താക്കീതോടെ പറഞ്ഞു. അവളുടെ ആ ഭാവം കണ്ടതും ഓമന പേടിയോടെ അറിയാതെ തലയാട്ടിപ്പോയി. സോമനാണെങ്കിൽ ഇതിനൊന്നും മറുപടി പറയാൻ സാധിക്കാതെ ദേഷ്യത്തിൽ തന്റെ കൈ ചുരുട്ടി വെച്ച് നിന്നു. ആ പിന്നെ, ഞാൻ എന്തിനു ഉണ്ണിയേട്ടന്റെ പേര് പറഞ്ഞു എന്നതല്ലേ ഇവിടെയുള്ളവരുടെ എല്ലാവരുടെയും സംശയം. അതിന്റെ ഉത്തരം ഞാൻ തന്നെ പറഞ്ഞേക്കാം. അല്ലെങ്കിൽ അതിന്റെ പേരിൽ ഇവിടെ അനാവശ്യമായ ഓരോ കഥകൾ നിങ്ങൾ പറഞ്ഞു പരത്തുമെന്നും എനിക്കറിയാം. അവൾ പുച്ഛത്തോടെ അവരെ നോക്കിക്കൊണ്ട് പറഞ്ഞതും ആരും അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. മാതാപിതാ ഗുരു ദൈവം എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ചന്തു അവരെ നോക്കി ചോദിച്ചു. അവൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ആർക്കും മനസ്സിലായില്ല. ചന്തു ഇത്രയും കാലം നിങ്ങളുടെയൊക്കെ കാൽക്കീഴി കിടന്ന് ചവിട്ടി നെരിക്കപ്പെട്ടതിൽ നിന്നും ഉയർന്നു വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഒരിക്കലും എന്റെ മാതാവിന്റെയോ പിതാവിന്റെയോ കൈകളായിരുന്നില്ല. മറിച്ച് അതിന് കാരണം എന്റെ ഗുരുവും ദൈവവുമാണ്. എന്റെ ദൈവം എന്ന് പറയുന്നത് എന്റെ അച്ചമ്മയാണ്. എന്റെ ഗുരുക്കന്മാർ സീതമ്മയും പിന്നെ ഉണ്ണിയേട്ടനും. സീതമ്മയാണ് എന്നെ എൻട്രൻസ് എക്സാമിന് പഠിപ്പിക്കാൻ സഹായിച്ചത്. അതുപോലെ ഉണ്ണിയേട്ടൻ എന്നെ ഇംഗ്ലീഷ് ഫ്ലുവന്റ് ആക്കാനും സഹായിച്ചു. വല്യമ്മയ്ക്ക് ഓർമ്മയുണ്ടോ നിങ്ങളുടെ 2 മക്കൾ എന്നെ വെല്ലുവിളിച്ച ദിവസം?
ആ ദിവസം നിങ്ങളുടെ ഒരു മകൾ എന്നെ കളിയാക്കിയത് മറന്നിട്ടില്ലല്ലോ. ഇംഗ്ലീഷ് എഴുതാൻ പോലും അറിയാത്ത ഞാൻ എങ്ങനെയാണ് എൻട്രൻസ് എക്സാം ഇംഗ്ലീഷ് എഴുതുന്നത് എന്ന് ചോദിച്ചുകൊണ്ടല്ലേ വേണി ചേച്ചി എന്നെ കളിയാക്കിയത്? അങ്ങനെ ആ ഇംഗ്ലീഷ് ഞാൻ എൻട്രൻസ് എഴുതി ഫസ്റ്റ് റാങ്ക് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതെന്റെ ഗുരുവിന്റെ മിടുക്ക് തന്നെയാണ്. വായനശാലയിലെ മെമ്പേഴ്സ് ഇംഗ്ലീഷ് ക്ലാസ് വെച്ചപ്പോൾ അവിടെ എന്നെ പോലെയുള്ള കുട്ടികളെ പഠിപ്പിച്ചത് ഉണ്ണിയേട്ടനാണ്. എന്റെ ഇംഗ്ലീഷ് നന്നായിട്ട് ഫ്ലുവന്റ് ആകാൻ സഹായിച്ചത് ആ ക്ലാസ് ആണ്. അപ്പോൾ ഉയർന്ന വിജയം നേടിയ ഞാൻ എന്റെ ഗുരുക്കന്മാരെ മറക്കാൻ പാടില്ലല്ലോ. അതാണ് അന്തസ്സുള്ള കുടുംബത്തിലെ കുട്ടികൾ ചെയ്യേണ്ടത്. അങ്ങനെയാണ് എന്റെ അച്ഛമ്മ എന്നെ പറഞ്ഞു പഠിപ്പിച്ച് തന്നിട്ടുള്ളതും. എല്ലാവരെയും നോക്കി അവൾ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു നിർത്തിയതും ഓമനയും മറ്റുള്ളവരും ഇനി ഒന്നും പറയാൻ കഴിയാത്തതുപോലെ മൗനമായി നിന്നുപോയി. ആ, അപ്പോ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കണം. പിന്നീട് അറിയാത്ത കാര്യങ്ങൾ കഥകളായി മെനഞ്ഞെടുക്കരുത്. പറഞ്ഞേക്കാം. ചന്തു ഓമനയും ഗിരിജയും സരോജിനിയും ഒക്കെ നോക്കിക്കൊണ്ട് ചോദിച്ചു. അങ്ങനെ ആരും ഇവിടെ കഥകൾ മെനഞ്ഞുണ്ടാക്കില്ല മോളെ. അങ്ങനെ ചെയ്യുന്നവർക്ക് പിന്നെ ഈ പടിക്ക് പുറത്താവും സ്ഥാനം. അവൾ പറഞ്ഞത് കേട്ട് ഹരി പറഞ്ഞു. അതുകൂടെ കേട്ടതും പിന്നെ സരോജിനിയും ഗിരിജയും ഒന്നും പറയാൻ നിന്നില്ല. കാരണം ഗൗരിയുടെ കാര്യത്തിൽ യഥാർത്ഥ സത്യം എന്താണെന്ന് അവർക്കൊക്കെ അറിയാമായിരുന്നു. പിന്നെ അതിനെക്കുറിച്ച് അവിടെ ആരും ഒന്നും മിണ്ടിയില്ല. ആ പിന്നെ എല്ലാവരും ഇവിടെയുള്ള സ്ഥിതിക്ക് ഞാനൊരു കാര്യം പറയാം. ചന്തുവിന് ഇത്രയും നല്ല വിജയം കിട്ടിയതുകൊണ്ട് അത് നമ്മൾ ആഘോഷിക്കാതെ പോകുന്നത് മോശമല്ലേ? നളിനി എല്ലാവരെയും നോക്കി പറഞ്ഞു. ആ, അത് അമ്മ പറഞ്ഞ ശരിയാണ്. ഹരി നളിനിയുടെ വാക്കുകളോട് യോജിച്ചു. ആ, അപ്പോൾ വായനശാലയിൽ പരിപാടി കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ഇവിടെ ഒരു ആഘോഷം നടത്താം. എന്താണ് എല്ലാവരുടെയും അഭിപ്രായം? നളിനി എല്ലാവരോടുമായി ചോദിച്ചു. അത് വേണോ അമ്മേ? വെറുതെ എന്തിനാ കാശ് കളയുന്നത്? ആരോ ഏതോ ഒരു എക്സാം ജയിച്ചു എന്ന് പറഞ്ഞ് ആഘോഷമൊക്കെ നടത്തേണ്ട ആവശ്യമുണ്ടോ? ഗിരിജയായിരുന്നു അത് പറഞ്ഞത്. മോളെ ഗിരിജയെ, ആരോ ഒരാളല്ല, വാമനൂർ തറവാട്ടമ്മയുടെ പേരക്കുട്ടിയാണ് ചന്ദ്രിക. നിന്റെ മകളെപ്പോലെ തന്നെയാണ് ഇവളും എനിക്ക്. പിന്നെ ഏതോ ഒരു എക്സാം അല്ല അവൾ ജയിച്ചത്. മെഡിക്കൽ എൻട്രൻസ് എക്സാം ആണ്. അതും ഫസ്റ്റ് റാങ്ക് വാങ്ങി. അതൊരു ചെറിയ കാര്യമൊന്നും അല്ലല്ലോ. നിന്റെയൊക്കെ മക്കൾ +2-ന് 80% മാത്രം മാർക്ക് വാങ്ങി പാസ്സായപ്പോൾ നീയൊക്കെ അത് എങ്ങനെയാണ് ആഘോഷിച്ചതെന്ന് എനിക്കറിയാം. അതിനേക്കാൾ എത്രയോ വലുതല്ലേ ഇത്. പിന്നെ കാശിന്റെ കാര്യം അതോർത്ത് നീ വിഷമിക്കേണ്ട. അവളുടെ പേരുള്ള കാശ് തന്നെയാണ് ഇതിനായി എടുക്കുന്നത്. അല്ലാതെ നിനക്ക് വീതം വെച്ച് തന്നതിൽ നിന്ന് ഒന്നും എടുക്കുന്നില്ല. പോരെ? നളിനിയുടെ വാക്കുകൾ കേട്ടതും ഗിരിജയുടെ വായ അടഞ്ഞു. അവരെ നോക്കിയൊന്ന് പുച്ഛിച്ചുകൊണ്ട് നളിനി ജിത്തുവിന് നേരെ തിരിഞ്ഞു. എന്നാ ജിത്തു ക്ലബിന്റെ പരിപാടി? വരുന്ന തിങ്കളാഴ്ചയാവും ചമ്മേ. നളിനി ചോദിച്ചതും അവൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ബുധനാഴ്ച നമുക്ക് ഈ ചടങ്ങ് നടത്താം. ബന്ധുക്കളെയും നാട്ടുകാരെയും ഒക്കെ ക്ഷണിക്കണം. പിന്നെ അടുത്ത ചില ബന്ധുക്കളെ നമ്മൾ നേരിട്ട് പോയി തന്നെ വിളിക്കുകയും വേണം. അത് ആരൊക്കെയാണെന്ന് ഞാൻ പറയാം. പിന്നെ വൈകുന്നേരത്തെ ഭക്ഷണത്തിന്റെ കാര്യം അത് ജിത്തു നോക്കണം. നോക്കാം അച്ചമ്മേ. അച്ചമ്മ പറഞ്ഞത് കേട്ട് ജിത്തു തലകുലുക്കി സമ്മതിച്ചു. അതുപോലെ പന്തലിന്റെയും കസേരയുടെയും മറ്റും കാര്യങ്ങൾ ഇന്ദ്രനും അഭിയും കൂടി നോക്കണം. നോക്കാം അമ്മമ്മേ. അവരും സമ്മതം അറിയിച്ചു. ആ, ഒരു 200 പേർക്കുള്ള ഭക്ഷണമെങ്കിലും ഓർഡർ ചെയ്യണം ജിത്തു. അതേപോലെ അതിനനുസരിച്ച് കേക്കും വാങ്ങണം. ശരി അച്ചമ്മേ. നളിനിയെല്ലാം പേരക്കുട്ടികളെ പറഞ്ഞേൽപ്പിച്ചതും അവരെല്ലാം അനുസരണയോടെ സമ്മതം അറിയിച്ചു. അല്ലമ്മേ, ഇത്രയൊക്കെ വേണോ? നമുക്ക് ചെറുതായിട്ട് നടത്തിയാൽ പോരെ? വേണ്ടപ്പെട്ട ബന്ധുക്കളെ മാത്രം വിളിച്ചുകൂട്ടി അവർക്ക് ചെറിയൊരു സദ്യയും ഒരുക്കാം. സരോജിനി ചോദിച്ചു. പോരാ, നാടറിഞ്ഞു തന്നെ ഇത് ആഘോഷിക്കണം. കാരണം എന്റെ കുട്ടിക്ക് ഇതേപോലെ ഒന്നും ഇന്നേ വരെ അവളുടെ ജീവിതത്തിൽ നടന്നിട്ടില്ല. നിന്റെയൊക്കെ മക്കളുടെ 1-ാം പിറന്നാളിനും 10-ാം പിറന്നാളിനും അങ്ങനെ തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ കേമമായിട്ട് ആഘോഷം നടത്താറുണ്ടായിരുന്നല്ലോ. ചന്തുവിന്റെ പിറന്നാളിന് ഒരു ചെറു സദ്യയെങ്കിലും ഉണ്ടായിരുന്നോ? എന്തിന് ഒരു പായസമെങ്കിലും വെക്കാൻ നീയൊക്കെ സമ്മതിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ഇതവൾ കഷ്ടപ്പെട്ട് നേടിയെടുത്ത വിജയമാണ്. അവളുടെ അധ്വാനത്തിന്റെ ഫലം. അത് ഞാൻ ആഘോഷിക്കുക തന്നെ ചെയ്യും. അതിനാരും ഒരു എതിർപ്പും കൊണ്ട് വരാൻ നിൽക്കണ്ട. അതുപോലെ എല്ലാവരും അന്നിവിടെ തന്നെ കാണണം. സരോജിനിയും ഗിരിജയും നിങ്ങളുടെ ഭർത്താക്കന്മാരും അവരുടെ കുടുംബവും എല്ലാവരും അന്നിവിടെ ഉണ്ടായിരിക്കണം. ഓമനെ, നിന്നോടും കൂടെയാണ് ഞാൻ പറയുന്നത്. കേട്ടല്ലോ? കേട്ടു. നളിനി ഗൗരവത്തോടെ പറഞ്ഞതും ഓമന അനുസരണയോടെ തലയാട്ടി. വേണമെങ്കിൽ ഞങ്ങൾ അവിടെ വന്ന് നേരിട്ട് ക്ഷണിക്കാം. എന്താ വേണോ? നളിനി ചോദിച്ചു. ഏയ്, അതൊന്നും വേണ്ടമ്മേ, ഞങ്ങൾ പറഞ്ഞോളാം. മൂവരും വിനയത്തോടെ പറഞ്ഞു. ആ, അല്ലെങ്കിൽ വേണ്ട. കുറച്ച് നാളായി ഞാൻ അവിടെയൊക്കെ ഒന്ന് പോയിട്ട്. ഞാനും ചന്തുവും അവിടെ വന്ന് അവനെ നേരിട്ട് വിളിച്ചോളാം. അതാ അതിന്റെ ശരി. നളിനി പറഞ്ഞത് കേട്ട് തൃപ്തിയായി എന്ന മട്ടിൽ മൂവരും നിന്നു. പിന്നെ കുട്ടികൾക്ക് അവരുടെ കൂട്ടുകാരികളെ വിളിക്കണമെങ്കിൽ വിളിക്കാം. അതിനൊന്നും ഒരു മടിയും കാട്ടണ്ട. മോളെ മാളു, ഞങ്ങൾ കുട്ടിയുടെ വീട്ടിൽ വന്ന് ക്ഷണിച്ചോളാം. കുട്ടിയുടെ കൂട്ടുകാരെ ആരെങ്കിലും വിളിക്കണമെങ്കിൽ അവരെയും വിളിച്ചോളൂ കേട്ടോ. അനിയത്തിയുടെ വിജയാഘോഷമാണെന്ന് പറയാലോ. നളിനി മാളുവിനോടായി പറഞ്ഞു. ഞങ്ങൾ എല്ലാവരും എത്തും മുത്തശ്ശി. മാളു ചിരിയോടെ പറഞ്ഞു. എല്ലാവരോടും കൂടിയാണ് ഞാൻ പറയുന്നത്. മനസ്സിലായല്ലോ? നളിനി വേണിയെയും വീണയെയും നോക്കിക്കൊണ്ട് പറഞ്ഞു. മനസ്സിലായി. പേരക്കുട്ടികൾ എല്ലാവരും ഒരുമിച്ച് പറഞ്ഞു. പിന്നെ ക്ലബ്ബ് മെമ്പേഴ്സിനെ എല്ലാവരെയും പ്രത്യേകം വിളിക്കാൻ മറക്കണ്ട. നളിനി ജിത്തുവിനെയും അഭിയെയും ഇന്ദ്രനെയും നോക്കി പറഞ്ഞു.
അത് ഞങ്ങൾ വിളിച്ചോളാം അച്ചമ്മേ, അഭി പറഞ്ഞു. എന്നാൽ ഉടനെ തന്നെ അതിനു വേണ്ട ഒരുക്കങ്ങളൊക്കെ തുടങ്ങിക്കോളൂ. ഇനിയും വൈകണ്ട. അധികം ദിവസങ്ങളൊന്നും ഇല്ലല്ലോ, നളിനി എല്ലാവരോടുമായി പറഞ്ഞു. അതിനുശേഷം അവർ ചന്തുവിന് നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, മോളെ ചന്തു, നാളെ നമുക്ക് കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോകണം കേട്ടോ. മോള് രാവിലെ തന്നെ റെഡിയായി നിൽക്കണം. ശരി അച്ചമ്മേ, ചന്തുവിനോട് പറഞ്ഞ ശേഷം നളിനി തന്റെ മുറിയിലേക്ക് പോയി. എല്ലാവരെയും ഒന്ന് നോക്കിക്കൊണ്ട് ചന്തുവും തന്റെ മുറിയിലേക്ക് പോയി. ഇനി ആഘോഷങ്ങളുടെ ദിനങ്ങളാണ്. അവളുടെ വിജയത്തിന്റെ ആഘോഷങ്ങൾ നിറഞ്ഞാടുന്ന ദിവസങ്ങൾ. ശത്രുക്കളും മിത്രങ്ങളും ബന്ധുക്കളും നാട്ടുകാരും കൂടെ ഒരുമിച്ചുള്ള ആഘോഷരാവുകൾ. പക്ഷെ അവൾക്ക് പ്രാണനായവൻ, പ്രിയപ്പെട്ടവൻ, അവളുടെ പ്രണയം മാത്രം അവളുടെ അരികിൽ ഉണ്ടാകില്ല.